ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. രക്ഷാപ്രവർത്തന കേസ്, ഗൺമാൻമാരുടെ മർദ്ദന കേസ് അട്ടിമറിച്ചതിൽ ADGP MR അജിത്കുമാറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നുവെന്ന നിർണായകമായ വാർത്തയാണ് വരുന്നത്. ആലപ്പുഴയിലെ ഗൺമാൻമാരുടെ മർദ്ദന കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതിനാണ് ഇപ്പോൾ ADGP MR അജിത്കുമാറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന. റോഷിപാൽ വിശദാംശങ്ങളുമായി അല്പസമയത്തിനകം ചേരും. ആഭ്യന്തരമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെയാണ് നടപടിയെടുക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏറെ ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ MR അജിത്കുമാറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് വരുന്നത്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. റോഷിപാൽ, വിശദാംശങ്ങൾ എന്താണ്? അജിത്കുമാർ ADGP ഒടുവിൽ സസ്പെൻഷൻ വന്നിരിക്കുന്നത് ഏറ്റവും സുപ്രധാനമായ വാർത്ത. ഇന്നലെ DGP നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർണായക തീരുമാനമെടുത്തത്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി VD സതീശനുമായി കൂടിയാലോചന നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് സുപ്രധാനമായ തീരുമാനം വന്നിരിക്കുന്നത്. അങ്ങനെ ADGP MR അജിത്കുമാറിനെതിരെ നടപടി വന്നിരിക്കുന്നു. അത് ഗൺമാൻമാരെ അക്രമ വർധന കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ SIT-യുടെ സുപ്രധാനമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നടപടിക്ക് ഇപ്പോൾ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. ഏറ്റവും സുപ്രധാനമായ തീരുമാനമാണ്. ഒരുപക്ഷെ നടപടി ഉണ്ടായിട്ടില്ല എന്നടക്കമുള്ള അഭ്യൂഹങ്ങൾക്ക് ഇടയിലാണ് ഇപ്പോൾ MR അജിത്കുമാറിന് സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഏറ്റവും സുപ്രധാന തീരുമാനം അല്പം മുമ്പാണ് സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി VD സതീശനുമായുള്ള കൂടിയാലോചനയ്ക്ക് തൊട്ടു പിന്നാലെ തന്നെ ഏറെ വൈകാതെ തന്നെ ഉത്തരവ് പുറത്തിറങ്ങും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വൈകാതെ തന്നെ സർക്കാരിന്റെ ഉത്തരവ് ഏറ്റവും സുപ്രധാന വന്നിരിക്കുന്നു. അങ്ങനെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ചർച്ച നടത്തിയ ശേഷമാണ് നിർണായക തീരുമാനം എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ MR അജിത്കുമാറിന് ഇനി സംരക്ഷണമില്ല. ഗൺമാൻമാരെ മർദ്ദിച്ച കേസ് അട്ടിമറിക്കാൻ, ഗൺമാൻമാരുടെ മർദ്ദന കേസ്, ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതിലാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത്. അജിത്കുമാർ ആസൂത്രിതമായ ശ്രമം നടത്തി എന്നതായിരുന്നു കണ്ടെത്തൽ. ഏതായാലും DGP-യുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയ ശേഷമാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. ഏറ്റവും നിർണായകമായ തീരുമാനം. സംസ്ഥാനത്തെ ഏറ്റവും വിവാദത്തിൽ പെട്ട ഉദ്യോഗസ്ഥൻ ADGP MR അജിത്കുമാറിനെതിരെ നടപടി വരികയാണ്. റോഷിപാൽ, കേൾക്കാമെങ്കിൽ ഇനി സംരക്ഷണം നൽകേണ്ടതില്ല എന്ന തീരുമാനം, പക്ഷേ പഴുതടച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും പരിശോധിച്ച ശേഷമാണ് സസ്പെൻഷൻ നടപടിയിലേക്ക് എത്തിയിരിക്കുന്നത്, അല്ലേ? വിനീത, അങ്ങനെയാണ്. കാരണം SIT ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി. ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിൽ അന്വേഷണ റിപ്പോർട്ട് കൈമാറിയപ്പോൾ DGP റാവട ചന്ദ്രശേഖർ അതിൽ വ്യക്തത വരുത്തി. അതിനുശേഷം നിയമപരിശോധന നടത്തി. ഒടുവിൽ ആ റിപ്പോർട്ട് കൈമാറുമ്പോൾ അതിൽ ശുപാർശയുണ്ടായിരുന്നു. കാരണം SIT-യുടെ കണ്ടെത്തൽ അവിടെ ആലപ്പുഴയിലെ വിവാദമായ രക്ഷാപ്രവർത്തന കേസ് നേരിട്ട് അട്ടിമറിക്കാൻ ADGP MR അജിത്കുമാർ ശ്രമിച്ചുവെന്നാണ്. ADGP-യിലെ ഓഫീസിലെ 2 പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ആ കൃത്യത്തിൽ നേരിട്ട് പങ്കാളിത്തമുണ്ടെന്ന കണ്ടെത്തൽ കൂടി ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇങ്ങനെ നടപടിയിലേക്ക് സർക്കാർ തീരുമാനിച്ചത്. ഒരു കാരണവശാലും MR അജിത്കുമാറിനെ സംരക്ഷിക്കില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആ നിലപാട് വ്യക്തമാക്കിയതാണ്. കാരണം ആലപ്പുഴയിലെ നിയമവിരുദ്ധമായ ആ അക്രമവുമായി ബന്ധപ്പെട്ട് ആ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചത് വലിയ വികാരമായി മാറിയതാണ്. അതിന് തെളിവുകളടക്കം പുറത്തു വന്ന അത്രയും ഗൗരവമായ ഒരു വിഷയത്തിൽ പോലീസ് നടത്തിയ അന്വേഷണം അട്ടിമറിക്കാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രമിച്ചതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന് തന്നെയാണ് UDF സർക്കാരിന്റെ നിഗമനം. അതുകൊണ്ട് തന്നെയാണ് ആ കാര്യത്തിൽ ഗൗരവത്തോടെ സർക്കാർ അധികാരമേറ്റ് എടുത്ത ആദ്യ മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനങ്ങളിലൊന്നാണ് ഈ ആലപ്പുഴയിലെ ഗൺമാൻമാരുടെ മർദ്ദന കേസ് അന്വേഷിക്കാനുള്ള പ്രത്യേക സംഘം. അങ്ങനെ ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിൽ DYSP ബൈജു പൗലോസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിച്ചപ്പോൾ അവർ ADGP MR അജിത്കുമാറിനെതിരെ MR അജിത്കുമാർ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്ന കണ്ടെത്തലുണ്ടായി. ആ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ അവർ നൽകിയ റിപ്പോർട്ട് DGP റാവട ചന്ദ്രശേഖർ വിശദമായി പരിശോധിച്ചതിന് ശേഷമാണ് ഇന്നലെ ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയത്. ആഭ്യന്തര സെക്രട്ടറി ആ റിപ്പോർട്ട് ഇന്ന് കൈമാറിയതിന് തൊട്ടു പിന്നാലെ തന്നെ കൂടിയാലോചനകൾ നടത്തി, നിയമപരിശോധന നടത്തി. അതിവേഗത്തിൽ തന്നെ ആ കാര്യത്തിൽ നടപടിയിലേക്ക് ഇപ്പോൾ സർക്കാർ പോയിരിക്കുന്നു എന്നാണ് പ്രധാനം. കാരണം 31-നാണ് DGP പദവിയിലേക്ക് MR അജിത്കുമാറിന് സ്ഥാനക്കയറ്റം ലഭിക്കേണ്ടിയിരുന്നത്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നടപടി വൈകിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ MR അജിത്കുമാർ DGP പദവിയിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും. അത് UDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വെല്ലുവിളിയാവും, അത് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്യും. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ആലപ്പുഴയിലെ ഗൺമാൻമാരുടെ മർദ്ദനവുമായി ബന്ധപ്പെട്ട കേസ് അട്ടിമറിച്ച വിഷയത്തിൽ ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായ MR അജിത്കുമാറിനെതിരെ സർക്കാർ എടുത്തിരിക്കുന്നത്. ഏതാണ്ട് ഉച്ചയോടെയാണ്
ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഫയലുകൾ വിശദമായി പരിശോധിച്ച നിയമോപദേശം കൂടി തേടിയതിനു ശേഷം മുഖ്യമന്ത്രി വി.ഡി. സതീശനുമായി കൂടിയാലോചന നടത്തി മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടെ ആഭ്യന്തര വകുപ്പ് തീരുമാനമെടുത്തിരിക്കുന്നത് എം.ആർ. അജിത് കുമാറിന് സസ്പെൻഷൻ ഇനി കൂടുതൽ അന്വേഷണം ഉണ്ടാകും. അത് സംബന്ധിച്ച കൂടുതൽ നടപടികൾ ഉണ്ടാകുമോ എന്നത് കാത്തിരിക്കണം. ഏതായാലും DGP പദവിയിലേക്ക് എത്താനുള്ള ഏതാണ്ട് ഒരാഴ്ച കാലത്തെ കാത്തിരിപ്പ് മാത്രമേ എം.ആർ. അജിത് കുമാറിന് മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നടപടി വൈകുന്തോറുമുള്ള ആശങ്കയും അത് തന്നെയായിരുന്നു, അല്ലെങ്കിൽ പല രീതിയിലുള്ള സംശയങ്ങളും ഉയർന്നത് അത് തന്നെയായിരുന്നു. DGP റാങ്കിലേക്ക് പ്രൊമോഷൻ ലഭിക്കുമോ എന്നുള്ളതായിരുന്നു. ഏതായാലും സസ്പെൻഷനോടെ പ്രൊമോഷൻ തടയപ്പെടും. വിനിത, സ്വാഭാവികമാണ് സസ്പെൻഷനോടെ DGP പദവിയിലേക്ക് എത്താനുള്ള ADGP എം.ആർ. അജിത് കുമാറിന്റെ ആ നീക്കം അതവിടെ തടയപ്പെടാനാണ് സാധ്യത. പക്ഷേ ഇനിയും ദിവസങ്ങൾ മുന്നിലുണ്ട്. കോടതിയെ ADGP എം.ആർ. അജിത് കുമാർ സമീപിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കോടതിയെ സമീപിക്കും, ട്രിബ്യൂണലിനെ സമീപിക്കും, ഏതു വിധേനയും DGP പദവിയിലേക്ക് എത്താനുള്ള അവസരം വിനിയോഗിക്കാനുള്ള ശ്രമം നടത്തും. നിലവിൽ ഏറ്റവും ഒടുവിലുണ്ടായിരുന്ന സീനിയോറിറ്റി പട്ടികയിൽ ഒന്നാമത് എം.ആർ. അജിത് കുമാറും രണ്ടാമത് ADGP S. ശ്രീജിത്തുമാണ്.